ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൽബീന, ഇങ്ങനൊരു ഫുഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സജസ്റ്റ് ചെയ്തൊരു ഫുഡാണിത്. രോഗികൾക്ക് മനസ്സിന് സമാധാനം കിട്ടാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും കുറക്കാനുമൊക്കെ ഇത് സഹായിക്കുമത്ര. ഇത് എളുപ്പം ദഹിക്കുന്നതിനാൽ ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് തൽബീന ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. തൽബീന ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തേങ്ങാപ്പാലിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. തൽബീന ബാർലി കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബാർലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളിത് ഉണ്ടാക്കാൻ ബാർലി ഗ്രെയിനാണ് എടുക്കുന്നതെങ്കിൽ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം പാലിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബാർലി ഗ്രെയിൻ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയെടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി. ബാർലി ഗ്രെയിൻ ആണെങ്കിൽ ഒരുപാട് കുക്കിംഗ് ടൈം എടുക്കും. പൗഡറാണെങ്കിൽ നമുക്ക് പാലിൽ പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബാർലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കോൺഫ്ലോർ പോലെ നല്ല നൈസായിട്ടുള്ള പൊടിയല്ല, കുറച്ച് തരിയുള്ളൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ടയൊന്നും കെട്ടാതെ ഈ പാലിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സും ഈന്തപ്പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാൽ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ബാർലി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാർലി പൗഡർ ഈ ബൗളിൻ്റെ അടിയിൽ ഊറി കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് ഈ ബാർലി പൗഡർ പാലിൽ കുറുക്കിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാതിരിക്കാനും കട്ട കെട്ടാതിരിക്കാനും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പഞ്ചസാര, ഉപ്പ് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിതിലൊരു നുള്ളി ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൽബീന കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ കൺട്രോളിലാവാനും അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് കുറയാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രതിരോധശേഷി കൂടാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിന് നല്ല ഊർജം കിട്ടാനുമൊക്കെ ഇത് സഹായിക്കും. ഇനി ഞാൻ ഇതിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വളരെയധികം പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇത് അസിഡിറ്റി കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കട്ടിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വൈറ്റമിൻ ബി, മിനറൽസ് എന്നിവ അടങ്ങിയതിനാൽ പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതിയിട്ടാ, കാരണം ഇത് ചൂടാറി വന്നാൽ ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ തൽബീന റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്, എന്നാലും ഞാൻ ഇതിന് മുകളിൽ കുറച്ചുകൂടി നട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇത് നമ്മൾ ഓട്സൊക്കെ കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. നോമ്പിന് അത്താഴത്തിന് ചിലർക്ക് ചോറൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ തൽബീന എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്